ഹായ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. രാവിലെ തന്നെ ഞങ്ങൾ അമ്പലത്തിലോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. ഇന്ന് അമ്മൂമ്മേനെ കൊണ്ട് ഞങ്ങൾ അമ്പലത്തിലോട്ട് പോവാണ്. അപ്പോൾ ഏത് അമ്പലമാണ്? സ്പെഷ്യൽ അമ്പലമാണ് കേട്ടോ. എന്തായാലും ഏത് അമ്പലമാണ്, അമ്മൂമ്മേനെ കൊണ്ട് പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ എന്തായാലും നാളെ വ്ളോഗായിട്ട് ഇടാം. അപ്പോൾ ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ അമ്പലത്തിൽ കൊണ്ട് റെഡി ആയിരിക്കുകയല്ല കേട്ടോ. ജാനിക്കുട്ടിയുടെ അങ്കമാടി കൊണ്ടുവിടാൻ റെഡി ആയിരിക്കുകയാണ്. ഇന്ന് എൻ്റെ ഡ്യൂട്ടിയാണ്. കാര്യം ഞാനും വിശ്വസും മാറിയാണ് കേട്ടോ കൊണ്ടുവിടാണ്ട് തീരുമാനിച്ചേക്കുന്നത്. വേറൊന്നും അല്ല കേട്ടോ. നമ്മൾ ഇപ്പം രണ്ടുപേർക്കായാലും അവളുടെ സങ്കടം കാണാൻ വയ്യ. എന്തായാലും കുട്ടികൾ ആദ്യത്തെ കുറച്ച് ദിവസം പോകുമ്പോൾ നല്ല നിലവിളി കാര്യങ്ങളൊക്കെ ആയിരിക്കും. ജാനിക്കുട്ടി അങ്ങനെ തന്നെയാണ്. നമ്മളിവിടുന്ന് ടാറ്റയൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ പോകും. പക്ഷെ ആ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കൂല്ലോ, അങ്കമ്മയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ ചെറിയൊരു നിലവിളിയൊക്കെ ഉണ്ട്. പക്ഷെ 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ആള് സെറ്റ് ആവും കേട്ടോ. ടീച്ചർ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഇട്ടുന്നുണ്ട്, പറയും കുഴപ്പമൊന്നുമില്ല, ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു, നിങ്ങളെ ടെൻഷനൊന്നും ആവണ്ട എന്ന് പറഞ്ഞ് ഫോട്ടോസ് ഒക്കെ ഇട്ടത് നല്ലൊരു ടീച്ചറാണ് കേട്ടോ. പിന്നെ ജാനിക്കുട്ടിയുടെ ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ ജാനിക്കുട്ടിയുടെ അച്ഛനെ പഠിപ്പിച്ച ടീച്ചർ തന്നെയാണ് ജാനിക്കുട്ടിക്കും അങ്കമാലി ടീച്ചറായിട്ട് കിട്ടിയേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പം ടീച്ചർ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇട്ട് തരും കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ചെന്ന് കൂട്ടുകാരെയൊക്കെ കാണുന്നവരുള്ളൊരു വിഷമമേ ഉള്ളൂ കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ അവൾ ഫുൾ സെറ്റാണ്, ഒരു കുഴപ്പമില്ല. അപ്പം ഇന്ന് അമ്പലത്തിൽ പോകുന്നതിൻ്റെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കുട്ടി വീഡിയോ എടുത്തേക്കാം. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനായിട്ടുണ്ട്. അപ്പം എന്നാൽ പിന്നെ ഒരു കുഞ്ഞു വീഡിയോ, കാര്യം ഞാൻ ഇന്നലെ പറയാൻ വിട്ടുപോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ പറയുമ്പോൾ എല്ലാത്തിനും നല്ലൊരു ക്ലാരിറ്റി കൊടുക്കണമല്ലോ അല്ലേ. കാര്യം ആരുടെയും മനസ്സിലൊരു തെറ്റായ ചിന്തയിൽ ഇരിക്കരുത്, ഒരു ചെറിയ കാര്യങ്ങൾ പോലും ഇരിക്കരുത്. അപ്പം അതുകൊണ്ട് പറയാം എന്ന് വിചാരിച്ച് വന്നതാണ്. ഇന്നലെ കൊണ്ട് ഞാൻ ആ ഒരു കേസ് അവിടെ അവസാനിപ്പിച്ചാണ്. പക്ഷെ ഇന്ന് ഈ ഒരു വീഡിയോയും കൂടെ ഉള്ളു കേട്ടോ. ഇനി അങ്ങോട്ടേക്ക് എനിക്ക് ആവശ്യം വന്നാൽ മാത്രം ഞാൻ റാണി പി സദാശിവത്തിനെ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുള്ളൂ. കാര്യം എനിക്ക് അതിനോടൊരു താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് നമുക്ക് കുറെ വീഡിയോസ് ഇടാം. പക്ഷെ എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ ഇന്നും കൂടെ എനിക്ക് പറയാനുള്ള കുറച്ച്, അത് ഇന്നലെ ഞാൻ വിട്ടു പോയത് കൊണ്ടാണ്. പിന്നെ കമന്റിൽ 2-3 കമന്റുകൾ വന്നത് കൊണ്ടും കൂടെയാണ് ഞാൻ അത് എടുത്ത് പറയാൻ. കാര്യം ഒത്തിരി പേർക്കുള്ള അയ്യോ എനിക്കുള്ള ഡൗട്ടായിരുന്നു ഇങ്ങനെ കമന്റുകൾക്ക് കമന്റുകൾ വരുന്നത് ഞാൻ കണ്ടു. അപ്പൊ അത് പലർക്കും അങ്ങനെ ഒരു ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് തീർത്തു തരിക എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പം അതുകൊണ്ട് വന്നാണ് കേട്ടോ. എനിക്ക് ചെറിയൊരു കിച്ചുകിച്ചിൻ്റെ പ്രോബ്ലം ഉണ്ട്. അതൊരു കവം ഇങ്ങനെ അലട്ടത്തില്ല ആ ഒരു ഇത്. അപ്പം ഇന്നലെ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. റാണി പി സദാശിവനായിട്ട് എനിക്ക് എന്ത് കോണ്ടാക്ട് ഇവിടെ ഉണ്ടല്ലോ കൈസ്, ഈച്ചയുണ്ട്. എന്താണ് കോണ്ടാക്ട്, ഞാൻ അവരെ എത്ര പ്രാവശ്യം കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിരുന്നു. അതിനകത്ത് 1-2 കമന്റ് ഞാൻ കണ്ടിരുന്നു. അവൾ അഭിനയിച്ച് മെഴുകാണ്, അല്ലെങ്കിൽ വന്നിരുന്ന് മെഴുകാണ്, വെളുപ്പിക്കാൻ വേണ്ടി പറയുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എനിക്ക് വെളുപ്പിക്കാൻ വേണ്ടി പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ പറയുന്നവരുടെ അടുത്ത് എനിക്ക് ഒന്നും പറയാനായിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ 2025 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എടുത്തൊരു തീരുമാനമാണ്. നെഗറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു വെച്ചാൽ നമ്മൾക്ക് എക്സ്ട്രീം ലെവൽ ആയിട്ടുണ്ടെങ്കിൽ നമ്മളത് തീർച്ചയായിട്ടും, ഇപ്പം അതിനുള്ള നിയമങ്ങളുണ്ട്. അത് നമ്മുടെ ഹണി റോസ് കേസിൽ നമ്മൾ തെളിയിച്ചല്ലോ. അപ്പം ഇപ്പം അതിനുള്ള നിയമങ്ങളുണ്ട്. ഒരു 1.5 വർഷം മുമ്പൊന്നും, 1 വർഷം മുമ്പൊന്നും അതിനുള്ള ഒരു നിയമങ്ങളും ഇല്ല. ആർക്കും ആരെയും എന്തും പറയാന്നായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ അല്ല. ലീഗിൽ പോയിട്ടുണ്ടെങ്കിൽ നല്ല പണി തന്നെ കിട്ടും. പിന്നെ നമുക്ക് അതിന്റെ പേരിൽ മെനക്കെടാനും നമുക്ക് കയറി ഇറങ്ങി നടക്കാനും പറ്റാത്തതിന്റെ പേരിലായിരിക്കും പല യൂട്യൂബേഴ്സും ചിലപ്പോൾ മിണ്ടാണ്ടിരിക്കുന്നത്. പക്ഷെ ഇനി ഞങ്ങൾ എടുത്തേക്കുന്ന ഒരു തീരുമാനം അതാണ്. നമ്മളെ അത്രയും കല്ലെറിയുവാണ്, നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ സഹിക്കേണ്ട ഒരു ആവശ്യമില്ല. കാര്യം ഈ പറയുന്ന ഈ കമന്റ് ഇടുന്നോ ഒരാൾക്കും നമ്മളെ അറിയത്തില്ല. വല്ലയിടത്തുനിന്നും കിട്ടിയ അറിവ് വെച്ച് വന്ന് നമ്മളെ വെറുതെ ചീത്ത പറയുക അല്ലെ. അപ്പം അതിനെ നമ്മൾ നിയമപരമായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യും. പക്ഷെ എന്താ പറയുക, നെഗറ്റീവ് കമന്റ് ഒന്നും പറയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ അത്യാവശ്യം വരുമ്പോൾ മാത്രമേ ഞാനിങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിക്കാറുള്ളൂ. അപ്പം അങ്ങനെ മെഴുകുന്നു അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞവരോട് അതൊക്കെ നിങ്ങളുടെ കാഴ്ചപ്പാടാണ്. എനിക്ക് അതിനകത്തൊന്നും പറയാനില്ല. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ നിയമത്തിനെ പോലും ഞാൻ ഈ കാര്യത്തിൽ പേടിക്കുന്നില്ല എന്ന് ഞാൻ ഉറപ്പോടുകൂടി പറയണമെങ്കിൽ, ഇതിപ്പോ ദീപ്തി ചേച്ചിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതുപോലെ പല യൂട്യൂബേഴ്സിനെയും ഫോക്കസ് ചെയ്ത് തെറി പറഞ്ഞ് വളരെ മോശം പറയുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ ലീഗലി നാളെ എന്തായാലും അവർ നിയമത്തിന്റെ ഫ്രണ്ടിൽ വരേണ്ടത് തന്നെ വരും. അതേപ്പം ഒരാളെങ്കിൽ ഒരാൾ എന്തായാലും അവരെ നിയമത്തിന്റെ ഫ്രണ്ടിൽ എത്തിക്കും. അപ്പം എനിക്കറിയാം, ഞാൻ അവരായിട്ടൊരു കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അതെനിക്ക് വെളിയിൽ വരുമെന്ന് നല്ല രീതിയിൽ അറിയാം. അപ്പം ഞാൻ ഇത്രയും സ്ട്രോങ് ആയിട്ട് എനിക്ക് അങ്ങനെ ഒരു ബന്ധമില്ല, എനിക്കൊരു നിയമത്തിനെയും പേടിയില്ല എന്ന് ഞാൻ പറയണമെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അല്ലെ. അപ്പം ഞാൻ മെഴുകുന്നു എന്നൊക്കെ പറയുന്നവരുടെ അടുത്തൊന്നും പറയാണ്ടില്ല. എനിക്ക് അത്രയും വിശ്വാസമുണ്ട് ഞാനായിട്ടൊരു കോണ്ടാക്റ്റും ഇല്ല എന്നുള്ളത്. ഞാനൊന്നും അവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളതും എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതിന്റെ പേരിൽ ഞാൻ
എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇന്നലെ ഞാൻ പറഞ്ഞു. അപ്പം ഇങ്ങനെ എന്താ പറയാ, ഈ തിമിരം ബാധിച്ച കണ്ണുകൾക്ക് എന്ത് കണ്ടാലും തിമിരം എന്ന് പറയുന്നൊരു സെറ്റപ്പ് ഇല്ല. അതാണ് കേട്ടോ, നമ്മൾ എന്ത് നല്ലത് ചെയ്താലും എന്ത് കണ്ടാലും അവരുടെ കണ്ണിൽ ആ ഒരു ചീത്ത ഭാഗം മാത്രമേ കാണത്തുള്ളൂ. അവരെ നമ്മളങ്ങ് വിട്ട് കളഞ്ഞേക്കട്ടെ. എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആരും അവരോട് പോയി ആർഗ്യൂ ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ നമുക്ക് ഒരിക്കലും പറഞ്ഞ് നന്നാക്കാൻ പറ്റത്തില്ല. ഒരു കാരണവശാലും ഈ ഇങ്ങനെ നെഗറ്റീവ് കമന്റ് എഴുതി ഇപ്പൊ റാണി പി സദാശിവൻ ഇവർ ഇത്രയും പബ്ലിക്കിൽ ഇത്രയും രീതിയിൽ അവർക്കെതിരെ റിയാക്ഷൻസ് വരുന്നുണ്ട്, കാര്യങ്ങൾ വരുന്നുണ്ട്, കേസ് ഫയലായിട്ടുണ്ട്, എന്നിട്ട് പോലും അവരത് നിർത്തിയിട്ടുണ്ടാവും. അവർ നിർത്തത്തില്ല. അത് ഓരോരുത്തരുടെ ഓരോ സ്വഭാവമാണ് കേട്ടോ. അപ്പം അതുപോലെ തന്നെയാണ് ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവരും. അപ്പം നിങ്ങൾ ആരും എനിക്ക് വേണ്ടിയിട്ട് പോയി അവരുടെ വായിലെ ചീത്തൊന്നും കേൾക്കാൻ നിൽക്കരുത്. എനിക്ക് വേണ്ടിയിട്ട് പോയി ആർഗ്യൂ ചെയ്യണ്ട. വെറുതെ എന്തിനാ? കാര്യം മൗനം വിദ്വാന് ഭൂഷണം എന്ന് പറഞ്ഞല്ലേ, നമ്മൾ മൗനമായിരിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ അതിനുള്ള കൊട്ടൊക്കെ അവർക്കിട്ട് കിട്ടിക്കോളുന്ന്. നമ്മൾ എത്രത്തോളം സൈലന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നു, അതാണ് നമ്മൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത്. കാര്യം നമ്മളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന മറുഭാഗത്തുനിന്ന് നമ്മൾ മിണ്ടുന്നില്ല. മീൻസ് ഇഷ്ടംപോലെ കമന്റുകൾ നമുക്കെതിരെ ഇടുന്നു വെച്ചോ, നമ്മൾ തിരിച്ച് പ്രതികരിക്കാണ്ടിരിക്കുക. അവരെ കന്നിട്ടുകൊണ്ട് പൊക്കോട്ടെ, അവർക്ക് അതിൽ നിന്നൊരു മനസ്സുഖം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ, അത്ര വിചാരിക്കുക. നമ്മൾ മൗനമായിട്ടിരിക്കുക. അതാണ് അവർക്ക് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പണിഷ്മെന്റ് എന്ന് പറയുന്നത്. മിണ്ടാണ്ട് സൈലന്റ് ആയിട്ടിരിക്കുക. നമ്മുടെ ദേഹത്തോട്ടൊന്നും പറ്റുന്നില്ലല്ലോ. നമ്മളെ വന്നിട്ട് തല്ലോ പിച്ചോ മാന്തോന്നും അല്ലല്ലോ ചെയ്യുന്നത്. അവരുടെ വായും കൊണ്ട് അവർക്ക് തോന്നിയത് അവരിരുന്ന് പറയുന്നു, പറഞ്ഞിട്ട് പോട്ടെ, അങ്ങനെ വിചാരിക്കുക കേട്ടോ. അപ്പൊ ഞാനത് പറഞ്ഞതിന്റെ കാരണം എന്ന് വെച്ചാൽ എനിക്ക് വേണ്ടിയിട്ട് ഒത്തിരി പേര് കമന്റ് ബോക്സിലൊക്കെ വന്നിട്ട് ഒത്തിരി പേരോട് ആർഗ്യൂ ചെയ്യുന്നുണ്ട്. എനിക്കത് കാണുമ്പോൾ വിഷമമാണ് കേട്ടോ പേഴ്സണലി. കാര്യം എനിക്ക് വേണ്ടിയിട്ടാണല്ലോ ഇവരൊന്ന് സംസാരിച്ച് ഇവരും കൂടെ അതിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നു, അവർക്കും കൂടെ ചീത്ത വിളിയായിട്ടെടുക്കുന്നത്. ചിലവരൊക്കെ അപ്പനും അമ്മയ്ക്കും ഒക്കെ പറയുന്നത് ഞാൻ കാണുന്നുണ്ട് കേട്ടോ. എന്തിനാ അല്ലേ വീട്ടിലിരിക്കുന്ന അച്ഛനും അമ്മേനെയൊക്കെ പറയുന്നത്. അപ്പം ദൈവത്തിനെ ഓർത്ത് എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആരും ആർഗ്യൂ ചെയ്യണ്ട. എനിക്ക് വേണ്ടി നിങ്ങൾ ആരും വിഷമിക്കരുത്, അത്രേ ഉള്ളൂ കേട്ടോ. എന്നെ സ്നേഹിക്കുന്ന ആരും ഒരു നിമിഷം കൊണ്ട് പോലും വിഷമിച്ച് കാണാനായിട്ട് ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ. അപ്പം എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആരും സ്വയമേ വിഷമങ്ങൾ ഏറ്റെടുക്കരുത്. പറയുന്നവർ പറഞ്ഞോട്ടെ, അത് അവരുടെ ഒരു പോളിസിയാണെന്ന് കരുതി അങ്ങ് വിട്ട് കളഞ്ഞേക്കുക കേട്ടോ. ക്ഷമിച്ചു വിട്ടേക്കുക. എന്താ പറയാ, ബോധമില്ലാത്തവർ പറയുമ്പോൾ ബോധമുള്ള നമ്മൾ തിരിച്ചു പ്രതികരിക്കാൻ നിന്നാൽ അവർ തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? അപ്പോൾ മിണ്ടാണ്ട് പോവുക, മിണ്ടാണ്ടിരിക്കുക. പിന്നെന്താ പറയുക, ബാക്കിയൊക്കെ നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ. എനിക്ക് പറയാനായിട്ടുള്ള, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോട് എനിക്ക് പറയാനുള്ള ആ ഒരു കാര്യം ഞാൻ പറഞ്ഞെന്നുള്ളൂ. നിങ്ങൾ ആരുടെ വായിന്നും ഒന്നും കേൾക്കുന്നത് എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്കത് കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ല. എനിക്കത് മാനസികമായിട്ട് വിഷമമുണ്ട്. എനിക്ക് വേണ്ടിയിട്ടാണല്ലോ ദൈവമേ ഇന്ന പോണക്ക് അവരുടെ വായിന്ന് കേട്ടത്, അങ്ങനെയുള്ളൊരു ചിന്ത എനിക്ക് വരുന്നു. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാനത് പറഞ്ഞത്. പിന്നെ ജാനിക്കുട്ടി അംഗൻവാടി പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ എല്ലാവരും ചോദിച്ചല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ടായെന്ന് തോന്നുന്നു ഈ ആദ്യമേ തന്നെ. ജാനിക്കുട്ടി കുഴപ്പമൊന്നുമില്ല, ചെറിയ അതായത് എല്ലാ കുട്ടികളും ഉള്ള പോണക്ക് തന്നെ ചെറിയൊരു വിഷമങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെന്ന് കയറി കഴിഞ്ഞ് 5 മിനിറ്റ് കഴിയുമ്പോൾ കുഴപ്പമൊന്നുമില്ല, അവള് സെറ്റാണ്. പിന്നെ ഇന്നലെ ഇവിടെ വന്നിട്ട് എന്നോട് വന്ന് പറഞ്ഞ പരാതി എന്ന് പറഞ്ഞാൽ, ഞാൻ ചോദിച്ചു കുഞ്ഞു ഉച്ചയ്ക്ക് ഉറങ്ങി? അപ്പൊ പറഞ്ഞു അമ്മ ഉറങ്ങി. അപ്പൊ ഞാൻ ചോദിച്ചു ഇപ്പൊ ഈ അംഗൻവാടി പോയതിനു ശേഷം അമ്മ നേരത്തെ അമ്മൂന്നായിരുന്നു കേട്ടോ വിളിച്ചെടുത്തു. അംഗൻവാടി പോയതിനു ശേഷം അങ്ങനെയുള്ള ക്വാളിറ്റി ഒക്കെ ഉണ്ട്, അമ്മ എന്ന് വിളിക്കും. അപ്പം ഉറങ്ങി അമ്മ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു കുഞ്ഞിന് ആരാ പാട്ട് പാടിയിരുന്നു? അപ്പൊ പറയാ പാട്ട് പാടിയില്ല, അമ്മ പാടി തരൂ, അച്ഛൻ ഉറങ്ങണം, അല്ല അച്ഛനെ പോലെ വളരണം. അപ്പൊ ഞാൻ എന്റെ കാലഘട്ടത്തിൽ പാടിക്കൊടുത്തു കേട്ടോ. അപ്പൊ ആൾക്ക് ഭയങ്കര സന്തോഷമായി. ആൾക്ക് പെട്ടെന്ന് ഇവിടുന്ന് പോയോണ്ട് ഒരു എന്താ പറയുക, നമ്മളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. കാര്യം ഈ ഒരു 3 വർഷം എനിക്കും മിച്ചുവിനും ഒരു പോണക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ് അവളുടെ കൂടെ ഇരിക്കുക. എല്ലാ പേരൻസിനും ഒന്നും അങ്ങനെ കിട്ടണമെന്നില്ല, അല്ല ചിലപ്പോൾ അച്ഛന്മാർക്ക് കിട്ടണമെന്നില്ല, ചിലപ്പോൾ അമ്മമാർക്ക് കിട്ടണമെന്നില്ല, ചിലപ്പം 2 പേർക്കും കിട്ടണമെന്നില്ല. കാര്യം വിദേശത്തൊക്കെ ഉള്ള പേരൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും അവളുടെ കൂടെ ഒത്തിരി സമയം, ഒരു 1 ഡേ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യാണ്ട് സമയം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവക്കും ഞങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. അവള് പറയുന്നുണ്ട് കേട്ടോ, ജാനിക്കുട്ടി സൗണ്ട് ഉണ്ടാക്കല്ലേടാ. അപ്പൊ ഇടയ്ക്കൊന്ന് വാണിംഗ് ചെയ്തില്ലെങ്കിൽ ഭയങ്കര സൗണ്ട് ആയിരിക്കും. അപ്പം അവരച്ഛനും മോളും കൂടെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി സൗണ്ട് കുറയ്ക്കാൻ പറഞ്ഞത്. അപ്പൊ എന്താ പറഞ്ഞു വന്നേ, അവൾക്ക് വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് നമ്മളെ. അവള് പറയുന്നുണ്ട് അമ്മ കൊണ്ടുവിട്ടിട്ട് പോവില്ലേ. അതാണ് അവളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവൾക്ക് ഏറ്റവും വലിയ വിഷമം. ഞാനും വെച്ചുകൂടെ അടി ഉണ്ടാക്കുന്നത്, ഇന്ന് നീ കൊണ്ടുവിട്ടു, ഇന്ന് നാളെ ഞാൻ കൊണ്ടുവിടാം. കാര്യം ഞങ്ങൾക്ക് അവളുടെ ആ ഒരു സങ്കടം, മീൻസ് അവൾ ആ ചെല്ലുന്ന ഒരു 5 മിനിറ്റത്തേക്കേ ഉള്ളൂ. പക്ഷെ ആ ഒരു സമയത്ത് സങ്കടം കാണാണ്ട് നമുക്ക് പറ്റത്തില്ല. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ ആ
ഒരു വീഡിയോയ്ക്കകത്തും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഓ നിനക്ക് മാത്രമേ മക്കളുള്ളൂ, നിനക്ക് മാത്രമേ കണ്ണുനീരുള്ളൂ, നിനക്ക് മാത്രമേ അതുള്ളൂ. എല്ലാം ഒരിക്കലും അല്ല. ഞാൻ ആ ഒരു വീഡിയോയ്ക്കകത്തും പറഞ്ഞിട്ടുണ്ട്, എല്ലാ പേരൻസും അങ്ങനെയാണ്. കുഞ്ഞുങ്ങളെ നമ്മുടെ എന്താ പറയുക, നമ്മൾ അത്രയും നമ്മുടെ മക്കളെന്ന് വെച്ചാൽ നമ്മൾ അത്രയും സ്നേഹിക്കുന്ന, പിന്നെ സ്നേഹിക്കാത്ത അച്ഛനമ്മമാർക്കൊക്കെ അത് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളെന്ന് വെച്ചാൽ അവളെ കയ്യിൽ വെള്ളക്കകത്ത് കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അവൾ അത്രയും സമയം, അവൾ പഠിക്കാൻ പോകുന്നതിന് നമുക്ക് സന്തോഷം തന്നെ ഉള്ളൂ, പക്ഷെ അത്രയും സമയം നമ്മളിൽ നിന്ന് അവൾ മാറി നിൽക്കുമല്ലേ. അവൾ എന്തെടുക്കായിരിക്കും, എന്ത് ചെയ്യായിരിക്കും, അതെല്ലാ പേരൻസിനെയും വെച്ച് നോക്കുമ്പോൾ അവരൊരു കൺസേൺ ആയിരിക്കും. അവർ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്, അവൾ ഉറങ്ങി കാണുമോ, ഫുഡ് കഴിച്ച് കാണുമോ, അതൊക്കെ നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. ആദ്യത്തെ ദിവസം അവൾ നമ്മളെ കാണാണ്ട് ഇത്ര മണിക്കൂർ ഇരിക്കുന്നുണ്ട്. ഇതുവരെ അങ്ങനെ ഇരുന്നിട്ടില്ലാത്തൊരു കുട്ടി, ഒന്നെങ്കിൽ ഞാനുണ്ടാവും, ഇതല്ലെങ്കിൽ വിച്ചും ഉണ്ടാവും. ഞങ്ങൾ അവളെ ഇട്ടിട്ട് ഈവൻ വെളിയിൽ പോലും അങ്ങനെ അധികം പോകാറില്ല. നിങ്ങൾ നമ്മുടെ വീഡിയോസ് കാണുന്നവരാണ് ശ്രദ്ധിച്ചറിയാം. ഞങ്ങൾ ഇവിടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ജാനിക്കുട്ടി നമ്മുടെ ഓപ്പോസിറ്റ്, നമ്മുടെ കൂടെ തന്നെ അവൾ ഉണ്ടാവും. കാര്യം അച്ഛനും അമ്മയൊക്കെ ഇവിടെ ഉണ്ടാവും, പക്ഷെ നമ്മൾ അവളെ ഇട്ടിച്ച് പോവില്ല. ഒരു ഫുഡ് കഴിക്കാൻ പോവുകയാണെങ്കിൽ തന്നെ അവളില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കത് ഇറങ്ങി പോവില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് ഞങ്ങൾ അവളെ നോക്കി ഇതാക്കുന്നത്. അപ്പോൾ അന്നത്തെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അവളെ അത്ര നേരം കാണാണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലും ഏതൊരു പേരൻസിന് വരുന്ന പോണക്കുള്ള ഫീലിങ്സും സങ്കടമൊക്കെ നമുക്ക് വന്നു. ഞങ്ങൾ പിന്നെ അത് വീഡിയോക്കകത്ത് സത്യം പറഞ്ഞാൽ നമ്മൾ അധികം അത് കാണിച്ചിട്ടേ ഇല്ല കേട്ടോ. കാണിച്ചിട്ടേ ഇല്ല എന്ന് പറയാനുള്ള കാര്യം എന്താ പറയാ, അവിടെ നിന്നിട്ട് അമ്മാതിരി കരച്ചിലായിരുന്നു. കാരണം ജാനി എൻ്റെ അടുത്തോട്ട് ഓടി വന്നിട്ട് അമ്മയെ പോവില്ലേന്നും വന്ന് എൻ്റെ അടുത്ത് ഏതോട് ചാടി കയറിയപ്പം എനിക്കറിയില്ല കേട്ടോ, എൻ്റെ കിളി പോയിട്ട് ഞാൻ അവിടെ നിന്ന് വലിയ വായി തന്നെ കരഞ്ഞു. കാര്യം അത് എല്ലാ പേരൻസും അങ്ങനെ തന്നെയാണ്. എൻ്റെ കരച്ചിലാണ്ട് വിച്ചു ഞാൻ നോക്കിയപ്പോൾ വെളിയിലോട്ട് ഇറങ്ങി ഓടി. ഞാനും കൂടെ അവളുടെ ഒപ്പം കരയുന്നിടത്തേക്ക് വിച്ചു അത് ഇവിടെ വന്നിട്ട് പറഞ്ഞു, നീയും കൂടെ അവളോട് കരയുന്നതാണ്. അപ്പം ഞാൻ പതറിപ്പോയമോ, എനിക്കത് കണ്ടുകൊണ്ട് നിൽക്കാൻ വയ്യാണ്ട ഞാൻ പെട്ടെന്ന് വെളിയിലോട്ട് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു കേട്ടോ. അതെല്ലാ പേരൻസിൻ്റെയാണ്. അല്ലാണ്ട് ഞാൻ മാത്രം പ്രസവിച്ചു, ഞാൻ മാത്രം ഗർഭിണിയായി, അല്ലെങ്കിൽ ഞാൻ മാത്രമാണ് ഈ ലോകത്തിലെ ഭാര്യ, അല്ലെങ്കിൽ ഞാൻ മാത്രമാണ് ഈ ലോകത്തിലെ അമ്മ, അങ്ങനെയൊന്നും എനിക്ക് ചിന്തയില്ല കേട്ടോ. എനിക്ക് അങ്ങനെ എല്ലാം ഭയങ്കര ഇതായിട്ട് എനിക്ക് ഇതാക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ വെച്ച് കരഞ്ഞതും കാറിയതും കൂടിയതും ഒക്കെ എടുത്തിടായിരുന്നു. അല്ല, ഞാനിവിടെ വന്നിട്ട് എൻ്റെ കൺട്രോൾ ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്തിട്ടാണ് ഞാൻ സംസാരിച്ചത്. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടറിയാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, തിമിരം ബാധിച്ച കണ്ണുകൾക്ക് എന്ത് കണ്ടാലും തിമിരമായിരിക്കും. അത് വേറൊരു കാര്യം കേട്ടോ. അപ്പൊ അത് എനിക്കൊന്ന് എടുത്ത് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ പറയാനുള്ള ഒരു കാര്യമാണ്, റാണി പി സദാശിവനെ തന്നെ ഉള്ളൊരു കാര്യമാണ്. അതായത് റാണി പി സദാശിവനും നമ്മളെപ്പോഴും റാണിയമ്മ അതായത് ഞങ്ങൾക്ക് ഗിഫ്റ്റ് വരെയും നമുക്ക് എറണാകുളത്തെ വീട്ടിലോട്ട് മാറാനായിട്ട് എല്ലാ ഹെൽപ്പുകളും ചെയ്ത് തന്ന ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മ തന്നെയാണ്. കാര്യം ഒരു മക്കൾക്ക് എന്തെല്ലാം രീതി ഓരോരോ കർത്തവ്യം, ഒരു അമ്മേനെ സംബന്ധിച്ചപ്പോൾ പല കർത്തവ്യങ്ങളുണ്ടാവില്ല. ഒരു മക്കൾക്ക് തെറ്റ് വേണ്ട തെറ്റാന്ന് പറഞ്ഞു കൊടുക്കുക, മക്കൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അതെല്ലാം ചെയ്തു തരുന്ന, അങ്ങനെ ഒരു അമ്മയുടെ എല്ലാ കടമയും വഹിക്കുന്ന ഒരാളാണ് റാണിയമ്മ. അമ്മയുടെ പേര് ഇതിനകത്തോട്ട് വലിച്ചയച്ചതിൽ ഞാൻ മാപ്പി ഒഴിക്കുകയാണ് ഫസ്റ്റ് തന്നെ. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമൂഹത്തിൽ അത്രയും നിലയും വിലയും ഉള്ള, അല്ലെങ്കിൽ അത്രത്തോളം ഉയരങ്ങളിൽ നമ്മളൊക്കെ ഇങ്ങനെ എത്തി നോക്കുന്ന അത്രയും ഉയരത്തിൽ നിൽക്കുന്ന ഒരു അമ്മയാണ്. അത് ഫിനാൻഷ്യലി ആയാലും സ്നേഹബന്ധത്തിന്റെ കാര്യത്തിലായാലും എന്തുകൊണ്ടായാലും ഒരു പടി മുകളിലാണ് ഒരമ്മ. ആ അമ്മേനെ കാര്യമില്ലാത്ത കാര്യത്തിന് അവിടെ ഇവിടെയൊക്കെ വലിച്ചയച്ച ഈ റാണി പി സദാശിവൻ അവരാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഒരിക്കലും അല്ല. റാണിയമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അമ്മയുടെ വീടിന്റെ ഹോം ടൂർ പോണക്കൊക്കെ സിന്ധുവമ്മ ആദ്യം കണ്ട ടൈമിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ വീഡിയോക്കകത്ത് വരാറില്ല. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ്, ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. മറ്റൊന്നും കൊണ്ടല്ല അമ്മ വരാത്തത്, അത് ഓരോരുത്തരുടെ ഇഷ്ടം കൊണ്ടാണല്ലേ. നമ്മൾ പിന്നെ അത് ചോദിച്ചിട്ടുമില്ല, അങ്ങനൊന്നും ഇല്ല. അപ്പം റാണി പി സദാശിവൻ വേറെയാണ്, ഞങ്ങളുടെ റാണിയമ്മ വേറെയാണ്. ഒരേ പേരായതുകൊണ്ട് രണ്ടുപേരെയും കൂടെ കൂട്ടിക്കുഴയ്ക്കാൻ നിൽക്കരുത്. എത്രയോ പേര് റാണീന്ന് പേരുള്ള എത്രയോ പേരുണ്ട്. അപ്പം അത് കൂട്ടിക്കുഴയ്ക്കാൻ വേണ്ടി നിൽക്കരുത്. റാണിയമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, തെറ്റ് കണ്ട തെറ്റാണ്, ശരി കണ്ട ശരിയാണ്. എന്നെ മിനിങ്ങാന്നും കൂടെ വിളിച്ചിട്ട് എന്തോ ഒരു കാര്യത്തിന് എന്നെ ഇങ്ങനെ വഴക്കുറഞ്ഞു തോന്നുന്നു. നമ്മളെപ്പോഴും മൗനമായിട്ടിരിക്കുക. ഏറ്റവും കൂടുതൽ നമ്മുടെ അമ്മയുടെ ക്വാളിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ പറ്റി കുറ്റം പറഞ്ഞു തരത്തില്ല. എന്തൊരു കാര്യം നമ്മൾ അങ്ങോട്ട് പറഞ്ഞാലും അതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് നമുക്ക് തന്നിരിക്കും. സൊല്യൂഷൻ എന്ന് വെച്ചാൽ കൊള്ളില്ലാത്തൊരു സൊല്യൂഷൻ ആയിരിക്കില്ല. നല്ലത് പറഞ്ഞു തരിക, നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു തരിക. നീ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നീ ഫോക്കസ് ചെയ്ത്, നീ ഇന്ന കാര്യം ചെയ്ത് നിന്റെ പ്രശ്നങ്ങളൊക്കെ മാറും, അങ്ങനെ പറഞ്ഞു തരുന്ന ഒരാൾ. അല്ലാണ്ട് ഈ റാണി പി സദാശിവനെ പോണക്ക് ഈ ലോകത്തെല്ലാം പോയി കമന്റ് ഇടുവോ അങ്ങനത്തെ ഒരാളല്ല. അങ്ങനത്തെ ഒരു എന്താ പറയാ സ്റ്റാൻഡേർഡ് അല്ല അമ്മയ്ക്കുള്ള. ആ അമ്മനെ നിങ്ങൾക്ക് അറിയാണ്ടാണ് കേട്ടോ. അപ്പം
അമ്മേനെ ഒന്നും ആരും ആവശ്യമില്ലാത്ത കാര്യത്തിലോട്ട് വലിച്ചയച്ച് എന്താ പറയാ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി നോക്കരുത്. നമ്മളെ സ്നേഹിക്കുന്നു ആ പാവം എന്നുള്ളതിന്റെ പേരിൽ. അപ്പം അതൊന്നും എനിക്ക് എടുത്ത് പറയണം എന്നുണ്ടായിരുന്നു കേട്ടോ. റാണിയമ്മ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു എന്താ പറയുക, ഞങ്ങൾക്ക് കിട്ടിയ ഒരു നിധിയായിട്ടാണ് ഞാൻ എപ്പോഴും കാണുന്നത്. അത് ഗിഫ്റ്റ് വാങ്ങി തരുന്നതുകൊണ്ടൊന്നും അല്ല കേട്ടോ. ചില കാര്യങ്ങളുണ്ട്, നമ്മൾ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മുടെ തോളെ തട്ടിയിട്ട് പോട്ടെ എന്നൊരു വാക്ക് പറഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതൊരു വലിയ കാര്യമായിരിക്കുമല്ലോ. കാര്യം നമ്മൾ ആ ഒരു വാക്കിലായിരിക്കും നമ്മുടെ മുന്നോട്ടേക്കുള്ള ജീവിതം ഇരിക്കുക. അങ്ങനെയുള്ള പല സാഹചര്യങ്ങളിലും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള, ഒരു മിനിറ്റ്, എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള 2-3-4 പേരുണ്ട്. അതിലൊരാളാണ് റാണിയമ്മ. ഓക്കേടാ വരാടാ. പിന്നെ 2-3 പേരുണ്ട് കേട്ടോ. അപ്പം അവരുടെയൊക്കെ പേര് ഞാൻ പറയാമോ എന്ന് എനിക്ക് അറിയത്തില്ലാത്തതിന്റെ പേരിൽ ഞാൻ പറയുന്നില്ല. അവരൊക്കെ എനിക്ക് എന്നും നല്ലത് മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ, നല്ലത് മാത്രമേ ചെയ്യണമെന്നേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ. എന്തൊരു പ്രശ്നം വന്നാലും അത് വിട്ടുകളടി കൊച്ചേ എന്ന് പറയുന്ന 1-2 പേരാണ്. അവരെന്നും ഞാൻ റെസ്പെക്റ്റോടുകൂടി തന്നെയാണ് കാണുന്നത്. അപ്പൊ അവരെയൊക്കെ ആവശ്യമില്ലാതെ എന്നോടുള്ള വൈരാഗ്യത്തിനും ദേഷ്യത്തിനും പുറത്ത് ഈ വക പ്രശ്നങ്ങളോട്, ഈ വക വൃത്തികെട്ട പ്രശ്നങ്ങളോട് വലിച്ചിടാണ്ടിരിക്കാം. അപ്പൊ അതെനിക്കൊന്ന് ക്ലിയർ ചെയ്ത് പറയണം എന്നുണ്ടായിരുന്നു. കാര്യം നമ്മളെ സ്നേഹിക്കുന്നവർ പോലും അയ്യോ ഇതാണോ റാണിയമ്മ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെന്നും അല്ല കേട്ടോ. അത് വേറെ ഇത് വേറെ. പിന്നെ ഞാൻ 1-2 കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് നല്ല രീതിയിൽ ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാം അങ്ങ് ഇതായി പോയിട്ടുണ്ട് കേട്ടോ. എന്താ കുറെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പം വീഡിയോ എടുക്കാൻ വന്നിരിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും മറന്നു പോകില്ലേ. അപ്പൊ അങ്ങനെ വിച്ചൂസൊക്കെ ഇവിടെ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഒരുങ്ങി തേരാപ്പാറ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എനിക്കും ഉടുപ്പൊക്കെ ഇടണം. ഞാനിത് ജാനിക്കുട്ടിനെ കൊണ്ടുവിടാന്ന് വിചാരിച്ച് വന്നിട്ട് ഡ്രസ്സൊക്കെയാണ് കേട്ടോ. അപ്പം അമ്മൂമ്മയുടെ സ്വപ്നമായ അമ്പലത്തിലോട്ടാണ്. അമ്മ കുറെ നാളായി പോയിട്ട് പോണം എന്നോട് ഒരാഴ്ചയായിട്ട് പറയുന്നുണ്ട്, അമ്മു എനിക്ക് പോകണം, നീ വരണം. അപ്പൊ ഞങ്ങള് ഒരാഴ്ചത്തെ നോയമ്പൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ അമ്പലത്തിലോട്ട് പോകുന്നത്. അത്രയും ചൈതന്യമുള്ള അമ്പലമാണ്. നമ്മളപ്പോൾ അതനുസരിച്ച് തന്നെ പോകണമല്ലോ. അപ്പൊ അത് പറഞ്ഞു കൊടുത്തില്ല, അതങ്ങ് പറഞ്ഞു പോയതാണ് കേട്ടോ. പിന്നെന്താ ഗൈസ്, അങ്ങനെ ഞാൻ കുറെ കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ ഞാൻ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ വീഡിയോയ്ക്ക് ഫ്രണ്ടിൽ വന്നിരിക്കുമ്പോൾ അത് എല്ലാ യൂട്യൂബർമാർക്കും ഉള്ളൊരു കുഴപ്പമായിരിക്കും അല്ലേ. വീഡിയോയ്ക്ക് ഫ്രണ്ടിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ പറയാൻ വിട്ട വന്ന പകുതി കാര്യങ്ങൾ നമ്മൾ വിട്ടു പോകട്ടോ. പിന്നെ റാണി പി സദാശിവന്റെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഇപ്പോഴും ആൾക്കാരൊക്കെ പറയുന്നുണ്ടല്ലോ അമ്മുന്റെ സിന്ധുവിന്റെ ബന്ധുക്കളാണ്, അമ്മുന്റെ സിന്ധുവിന്റെ ബന്ധക്കാരിയാണ്, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ. ഇടുക്കി ഉപ്പുതറയില് ഞാനും എൻ്റെ അമ്മയും മാത്രമല്ല താമസിച്ചിട്ടുള്ളത്, ഒത്തിരി ആൾക്കാർ താമസിക്കുന്നുണ്ട്. അതിലായാലും ചിലപ്പോൾ അവർക്ക് റിലേഷൻ ഉണ്ടാവാം, മേ ബി ഇല്ലാതിരിക്കാം, എനിക്കറിയില്ല. അത് ഞങ്ങളെ വെച്ചിട്ട് എന്തിനാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. തെളിയിക്കാണ്ട് ഒരു കാര്യങ്ങളും പറയാണ്ടിരിക്കുക. ബൈ, ലവ് യു ഉമ്മ. കൊച്ചങ്ങന്മാടി പോവാണ് കേട്ടോ കൈസ്. അപ്പൊ ഇന്ന് ഞാൻ കൊണ്ടുവിടണ്ടേ? ഞാൻ കൊണ്ടുവിടണമെന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ ബൈ. ആ പായുവിന്റെ അടുത്തോട്ട് നോക്കാം, പായുവിന്റെ അടുത്തോട്ട്. ആള് പായുവിന്റെ അടുത്ത് പോവാന്ന് പറഞ്ഞോണ്ടാട്ടോ ഒരുങ്ങിയൊക്കെ നിൽക്കുന്നത്. പക്ഷെ അങ്കമാടി ഒരു ദിവസം വിടാണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും മടി പിടിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ 5 മിനിറ്റിലേക്കുള്ളൂ കേട്ടോ. കൂട്ടുകാരെ കണ്ടെങ്കിൽ ആള് ഫുൾ സെറ്റാണുള്ളത്. അപ്പൊ ഒരു കുഴപ്പമില്ല കേട്ടോ. ഫോട്ടോസും വീഡിയോസ് ഒക്കെ ടീച്ചറിട്ട് അങ്ങോട്ട് കയറി പോയ കൊച്ചല്ലല്ലോ ഇത് എന്ന് ഞങ്ങൾ ചിന്തിക്കും കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എവിടെയായിരുന്നു ഗൈസ്? അയ്യോ, ആ ഒരു വിഷയത്തിലോട്ട് തിരിഞ്ഞു മാറിപ്പോലെ. അപ്പം ഉപ്പാറയില് ഒത്തിരി ആൾക്കാരുണ്ട് ഗൈസ്. അവരിലാരും ആയിരിക്കലാണ്. നമുക്ക് ഈ വക ഒരു കോണ്ടാക്റ്റും ഇല്ല. ചുമ്മാ ഏറ്റവും മൂലം അവിടുന്ന് ഇവിടുന്നും കേട്ടിട്ട് ഒരു തെളിവ് പോലും ഇല്ലാണ്ട് വന്നിരുന്ന് കുത്തിയിരുന്ന് കമന്റ് ഇടയില്ല. എന്തിനാല്ലേ? അതൊക്കെ ഓരോരുത്തരുടെ ഓരോ മനസ്സുഖങ്ങളാണ്. അവരിങ്ങനെ പുട്ടിന് വീരയിടുന്ന ഉണക്കാണ്. ഇടയ്ക്ക് അമ്മുവിന്റെ അമ്മയുടെയും പേരൊന്നും പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്കൊരു തൃപ്തി വരത്തില്ല എന്ന് പറയില്ലേ. തൃപ്തി എന്നാണ് ഞാൻ നാക്കി പറഞ്ഞ കേട്ടോ, വരത്തില്ല. പിന്നെ ഞാൻ ഡാനി സത്യം എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ വീഡിയോ കാണാനിടയായി. താങ്ക് യു സോ മച്ച് ചേട്ടാ, ഒരുപാട് സന്തോഷമുണ്ട്. ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഈ വക കാര്യങ്ങളിലൊന്നും പിന്നാലെ പോവരുത്, ഒരു 10 ദിവസത്തേക്ക് നിങ്ങളൊന്ന് സൈലന്റ് ആയിട്ടിരിക്കുക. തീർച്ചയായും നമ്മളത് ഫോളോ ചെയ്യും. ഈ ഒരു വീഡിയോ കൂടെ ഇട്ടിട്ട് ഞാൻ ഇവിടെ ഈ ഒരു റാണി പി സദാശിവനെ ഉപേക്ഷിക്കുകയാണ്. എനിക്ക് അവരായിട്ടൊരു കോണ്ടാക്റ്റും ഇല്ല. നാളെ നിയമത്തിന്റെ ഫ്രണ്ടിൽ പോകണമെങ്കിൽ ധൈര്യമായിട്ട് എന്നെ വിളിച്ചോളൂ, ഞാൻ വരും. പക്ഷെ ഞാനൊരു കാര്യമുണ്ട്, ഞാൻ വന്നു കഴിഞ്ഞ് എനിക്ക് അവരായിട്ടൊരു കോണ്ടാക്റ്റും ഇല്ല എന്ന് അവിടെ തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണോ എന്നെ വിളിപ്പിക്കുന്നത് അവരെന്റെ സമയം മെനക്കെടുത്തിയതിനും എന്നെ ദുഷിച്ച പേര് പറഞ്ഞതിനും പേരിലുള്ളത് അവരെ പേരിൽ ഞാൻ ആ സ്റ്റേഷനിൽ തന്നെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ട് വരും. ഞങ്ങളുടെ വീട്ടിലെ തീരുമാനം അതാണ് കേട്ടോ. കാര്യം എൻ്റെ അച്ഛനും അമ്മയും എന്നോട് പറഞ്ഞേക്കുന്നത് അങ്ങനെയാണ്. പപ്പ അമ്മ അല്ലാട്ടോ, ഇവിടുത്തെ അച്ഛനും അമ്മ എന്നോട് പറഞ്ഞേക്കുന്നത് അങ്ങനെയാണ്. മോൾക്കൊരു ബന്ധവും ഇല്ല, മോള് ധൈര്യമായിട്ട് ചെല്ലുക, മോളെ വിളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെന്ന് ഒരു ബന്ധവും ഇല്ലാന്ന് തെളിഞ്ഞു വരികയാണെങ്കിൽ
നേരെ ആരാണോ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചത് അവരുടെ പേരിൽ നിങ്ങൾ മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ട് വരിക. അതാണ് നിങ്ങളതിന് ചെയ്യാവുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ്റെ അമ്മേനെ ഞാൻ ബഹുമാനിക്കുന്നു. കാര്യം എന്തോരു പ്രശ്നങ്ങൾ വന്നാലും എൻ്റെ കൂടെ നിന്ന് എനിക്ക് മോളെ അത് തെറ്റാണ്. ഒരു പക്ഷെ എനിക്ക് അത് ആദ്യമേ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവില്ല കേട്ടോ. എനിക്ക് പല സിറ്റുവേഷനിൽ അങ്ങനെ എനിക്ക് പറ്റിയിട്ടുണ്ട്. പല കാര്യങ്ങളിലും ഞാൻ വന്നിങ്ങനെ ഓരോ എടുത്തിയാടി ഞാൻ എൻ്റെ സ്വന്തം തീരുമാനം, ചിലപ്പോൾ വിച്ചുവിൻ്റെ തീരുമാനം പോലും ഞാൻ ചോദിക്കത്തില്ല. എൻ്റെ സെന്റിമെന്റ്സിന്റെ പുറത്ത് ഞാൻ സ്വയമേ തീരുമാനം എടുത്ത് അതൊക്കെ നടപ്പിലാക്കിയിട്ട് വീട്ടിൽ വരുമ്പോൾ എൻ്റെ അടുത്ത് പറയും, മോളെ അത് ഇവിടെ ബുദ്ധിമുട്ടാണ്, അത് പറ്റില്ല, അതിന് പിന്നീട് മോക്ക് അത് എന്താണ് റീസൺ എന്ന് അച്ഛനും അമ്മയും പറഞ്ഞു തരാം, അത് വേണ്ട, നമുക്കത് പറ്റിയ കാര്യമല്ല എന്ന് പറഞ്ഞ്. അപ്പൊ എനിക്ക് ചെറിയൊരു വിഷമം തോന്നും, എന്തുകൊണ്ട് എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു, അത് എന്ത് റൈറ്റ് ആണുള്ളത് അങ്ങനെ പറയാനായിട്ട്, ഞാൻ ചെയ്തത് എന്താണ് അത്ര വലിയ തെറ്റാണോ എന്നൊക്കെ ഞാൻ ചിന്തിക്കും. പക്ഷെ ഒരു 10 ദിവസം കഴിയുമ്പം ആ ചെയ്ത കാര്യം തിരിച്ച് പണിയായിട്ട് എനിക്ക് വരും. അന്ന് എന്നോട് ചോദിക്കും, ഇപ്പൊ എങ്ങനെയുണ്ട്, ഞങ്ങൾ അന്ന് പറഞ്ഞില്ലായിരുന്നു എന്ന്. പക്ഷെ ഞാൻ അവരത് പറഞ്ഞതിന് ശേഷം ഞാൻ ആ ഭാഗത്തോട്ട് നോക്കില്ല. കാര്യം പേരൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെക്കാളും ലോകപരിചയങ്ങളും കാര്യവിവരങ്ങളും ഉള്ളവരല്ലേ. അവർ പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ചെറിയ കഴമ്പെങ്കിലും ഉണ്ടാവും. എൻ്റെ ലൈഫിൽ അങ്ങനെയാണ് കേട്ടോ. എന്നെ ഒത്തിരി ആപത്ഘട്ടങ്ങളിൽ നിന്ന് അച്ഛനും അമ്മയും സേവ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ അതും കൂടെ എനിക്ക് പറയണമെന്ന് തോന്നി കേട്ടോ. ഞാൻ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് ഇന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് കുറച്ച് വാചാലയാവണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പൊ അങ്ങനെ പിന്നെ ഇന്നലെ കമന്റിലേക്ക് കണ്ടിരുന്നു, അമ്മു മെച്ചോർഡായിട്ടാണ് സംസാരിച്ചത്. അമ്മു എന്താ പറയാ, നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഉള്ള സംഭവം പറഞ്ഞു. അത് ചിലപ്പം നിങ്ങൾക്കത് ഒരു മെച്യൂരിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടാവും. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ എൻ്റെതായ കാര്യങ്ങൾ ഞാൻ എപ്പോഴും സംസാരിക്കുന്ന ഓണക്ക് തന്നെയാണ് സംസാരിക്കുന്നത്. പിന്നെ നമ്മൾ ഓരോ പ്രായം ചെല്ലുമ്പോഴും നമുക്ക് ഓരോരോ രീതികളായിരിക്കില്ല അല്ലേ. നമ്മൾ ഒരു 18-19 വയസ്സിൽ കാണിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല നമ്മൾ ഈ 25-ാം വയസ്സിൽ കാണിക്കുക അല്ലേ. നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മൾ കൂടുതൽ കുറച്ചും കൂടെ നമുക്ക് ലോകപരിചയമാവും. കുറച്ചും കൂടെ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. ഒരു 18, 19, 20, 21 വയസ്സൊക്കെ നമുക്ക് എടുത്തിയാട്ടങ്ങളുടെ സമയങ്ങൾ അല്ലെ. എടുത്തിയാട്ടി കാര്യങ്ങൾ തീരുമാനിക്കുക. ഞാൻ അങ്ങനത്തെ ഒരാളാണ് കേട്ടോ. ഭയങ്കര എടുത്തിയാട്ടക്കാരിയായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെയല്ല. ഞാനൊന്ന് ഇരുന്ന് ചിന്തിച്ച് നോക്കൂ കേട്ടോ. അപ്പം അങ്ങനെ ഗൈസ്, അപ്പം അത്രയൊക്കെ ഉള്ളൂ. എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷം. ലവ് യു. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. അപ്പം ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോട്ടെ. അപ്പം ഇന്നത്തെ നമ്മുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. നാളെ തൊട്ട് നല്ല സൂപ്പർ വീഡിയോ ആയിട്ട് ഞാൻ വന്നേക്കാം. ബൈ ഗൈസ്.